ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ തിരുവോണമുണ്ണാൻ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് ജനങ്ങൾ. തലസ്ഥാനത്തടക്കം കടകമ്പോളങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ നിന്നും പ്രജിത് മോഹനൻ, എറണാകുളം മാർക്കറ്റിൽ നിന്ന് കിരൺകുമാർ, കോഴിക്കോട് മിഠായി തെരുവിൽ നിന്ന് ആനന്ദ് എന്നിവ ചേരുന്നു. ആദ്യം പ്രജിത്തിലേക്ക് പോവുകയാണ്. പ്രജിത്ത്, എങ്ങനെയുണ്ട്? ചാലക്കമ്പോളം ഉണർന്നിരിക്കുകയാണോ, സജീവമായിരിക്കുകയാണോ? ചാല മാർക്കറ്റിൽ പതിവ് പോലെ തന്നെയാണ്, തിരക്കുണ്ട്. പ്രത്യേകിച്ച് ഈ ഉത്രാട ദിനമൊക്കെ ആകുമ്പോഴേക്കും പച്ചക്കറി കൂടുതലായി വാങ്ങിക്കുക എന്നുള്ളതാണ് ആളുകൾ ചാല മാർക്കറ്റിലേക്ക് എത്തുന്നത്. ആ തിരക്ക് തന്നെ നമുക്ക് ചാലയിൽ കാണാം. വലിയ രീതിയിൽ ഉള്ള ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ചേട്ടാ, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടം കൊള്ളാം, കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. കുഴപ്പമില്ല. നമ്മളവിടെ ഹോൾസെയിൽ കഴിഞ്ഞിട്ട് റീറ്റെയിൽ ചെയ്യണതാണ്, അപ്പൊ അതിനനുസരിച്ച് നമുക്ക് വില കുറവാണ്. കഴിഞ്ഞു. ബാക്കിയുള്ളത് റീറ്റെയിൽ ചെയ്യുന്നു. നല്ല കച്ചവടമുണ്ട് എന്നുള്ളതാണ് വ്യാപാരികൾ പറയുന്നത്. കൂടുതൽ ആളുകളൊക്കെ ഇങ്ങോട്ടുണ്ട്. ചേച്ചി, സാധനമൊക്കെ വാങ്ങിക്കുന്നുണ്ടോ? ചേച്ചി സംസാരിച്ചില്ല, ചിരിച്ച് ഇത്. അതായത് കൂടുതൽ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോടൊക്കെ ചോദിക്കാം എങ്ങനെയുണ്ട് ഇതിന്റെയൊക്കെ വിലയൊക്കെ എന്നുള്ളത്. ചേച്ചി, മലക്കറിയൊക്കെ നല്ല വിലയാണ്, കുഴപ്പമില്ല. ഒരു ന്യായമായിട്ടുള്ള റേറ്റ്, ഒരു പ്രശ്നവുമില്ല. എല്ലാവർക്കും സുഖമായിട്ട് ഇത്തവണ എന്തായാലും തമിഴ്നാട്ടിലൊക്കെ കുഴപ്പമില്ലാത്ത എന്നുവെച്ചാൽ ഈ പ്രാവശ്യം തന്നെ എല്ലാവർക്കും വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട്. പണ്ടെന്ന് പറയുന്ന സൗകര്യമില്ല, വെള്ളം കയറാതെ ഇറങ്ങി കയറും. ഇന്ന് പക്ഷേ ദൈവം സഹായിച്ചു, മഴയില്ല, രാവിലത്തെ ഒരു മഴ, നല്ല അടിപൊളിയായിട്ട് കച്ചവടങ്ങൾ നടക്കണം. ആളുകൾക്ക് സന്തോഷമാണ്. അവിടെ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തീർന്നു, എന്നിട്ട് ഇപ്പോൾ കുറച്ച് ബാക്കിയുള്ളത് അതാണ് ബാക്കിയുള്ളത്. കാരണം ആളുകൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ, വാങ്ങിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എല്ലാവർക്കും സന്തോഷമായിട്ട് പോകണം. അപ്പൊ ഈ വർഷത്തെ ഓണം അടിപൊളിയാണ് എല്ലാവർക്കും. അനിൽ, അതാണ്, അതായത് സാധനങ്ങൾക്ക് വലിയ വില ഇത്തവണ ചാല മാർക്കറ്റിൽ ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ ചാല മാർക്കറ്റിലേക്ക് പച്ചക്കറി എത്തേണ്ട സ്ഥലങ്ങളിലൊക്കെ വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ വില പച്ചക്കറിക്ക് ഇല്ല എന്നുള്ളതാണ് ചാല മാർക്കറ്റിലെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അതൊക്കെ ഭയങ്കര ആവേശത്തിലുമാണ് കച്ചവടക്കാരൊക്കെ. ഈ വരുന്നവർക്ക് പക്ഷേ ഇച്ചിരി തിരക്കുള്ളത് കൊണ്ട് ആളുകൾ പ്രതികരിക്കാൻ, സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരങ്ങനെ അധികം പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ആളുകളിലേക്കൊക്കെ ചോദിച്ചു നോക്കാം. ചേട്ടാ, വാങ്ങി എന്തൊക്കെ വാങ്ങിക്കണ്ട്? ഓരോ ഐറ്റങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓണത്തിന് ഇപ്പോഴും വില കുറച്ച് കുറവുണ്ട്. ഇടയ്ക്ക് വെച്ചുള്ള വിലയേക്കാളും ഇപ്പൊ ഈ ഓണം വന്നപ്പോഴും കുറവൊന്നു. ഈ സാധാരണക്കാർക്ക് എപ്പോഴും ചാല തന്നെയാണ്, ചാല തന്നെ ആശ്രയം. വലിയ മാളുകളും മാർക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ സാധാരണക്കാർക്ക് എപ്പോഴും ചാല തന്നെ, ചാല കമ്പോളമാണ് നമ്മളെ ജീവിതം. ഇനി വെള്ളരിക്ക ഇവിടെ വാങ്ങിക്കണം, വാങ്ങിച്ചു. ഞാൻ തിരുവനന്തപുരത്തുകാരനല്ല. അപ്പൊ ഈ തിരുവനന്തപുരത്ത് നിങ്ങളുടെ സദ്യയുടെ ഒരു പ്രത്യേകത എന്തൊക്കെയായിരിക്കും? വ്യത്യാസം എന്തെങ്കിലും ഉണ്ടാവോ? എല്ലാ മലക്കറി കറികളും, പിന്നെ പായസം വയ്ക്കും, ഓണക്കോടി കൊടുക്കും. ഊണിൻ്റെ സദ്യ തന്നെ, ഓണസദ്യ എന്ന് പറഞ്ഞാൽ പച്ചടി, കിച്ചടി, അവിയൽ, തോരൻ, പിന്നെ 3 ഐറ്റം അച്ചാറ്, പായസം എല്ലാം കാണും. പപ്പടം. എല്ലാവരും പറയുന്നൊരു കാര്യം, തിരുവനന്തപുരത്ത് വരണം, സദ്യ കഴിക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് സദ്യ കഴിക്കാൻ പറ്റും. അപ്പൊ അത്രയും കിടില സദ്യ നാളെ ഉണ്ടാവില്ല? നാളെ ഉണ്ടാവും. അതില് എല്ലാവരും ഹാപ്പിയാണ് എന്നുള്ളതാണ് ചാല മാർക്കറ്റിൽ നിന്ന് പറയുന്നത്. ചേട്ടനാണ് അടുക്കളയിൽ കയറുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? വീട്ടമ്മമാർക്ക് പ്രതികരിക്കാൻ അവർക്ക് വിഷമമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ആ സദ്യവട്ടത്തെക്കുറിച്ച് ചേട്ടനാണ് പറഞ്ഞിരിക്കുന്നത്. ചേട്ടനെ അടുക്കളയിൽ കയറ്റുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതെ, അങ്ങനെയാണ്. ചേച്ചി വാങ്ങിക്കണ്ടോ? ചേച്ചി സംസാരിക്കുന്നില്ല. ആളുകൾക്ക് മൈക്കിന് മുന്നിൽ പ്രതികരിക്കാനൊക്കെ ഉള്ളൊരു മടിയുണ്ട് എന്നുള്ളതാണ്. ഇഷ്ടം പോലെ മലക്കറികളുണ്ട്, പക്ഷെ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുകൾ. ആളിന് തിരക്കാൻ എന്ത് വാങ്ങിക്കാൻ? കഴിഞ്ഞ വർഷത്തേക്കാളും വില കുറവാണ്. കഴിഞ്ഞ വർഷക്കാലം വില കുറവാണ്. എന്തായാലും ഈ തമിഴ്നാട്ടിലൊക്കെ ഇത്തവണ നല്ല അത്യാവശ്യം. അതെ, ഇപ്പൊ നല്ല മലക്കറി ഉണ്ട്. കഴിഞ്ഞ വലിയ പാടായിരുന്നു, വിലയും ഉണ്ടായിരുന്നു, ഭയങ്കര വില. ഇപ്പം വിലയില്ല, ഹാപ്പിയാണ്. അതെ അനിലെ, ചിലര് മാത്രമേ പ്രതികരിക്കുന്നുള്ളൂ, പ്രത്യേകിച്ച് സ്ത്രീകൾ അധികം ക്യാമറയുടെ മുന്നിൽ. ഉത്രാടപ്പാച്ചിലാണ്. അതുകൊണ്ട് തന്നെ വീട്ടമ്മമാർക്ക് പ്രതികരിക്കാനൊന്നും സമയമില്ല. ഉത്രാടപ്പാച്ചിൽ എവിടെ വരെ എത്തിയെന്ന് നമുക്ക് നോക്കാം. എറണാകുളം മാർക്കറ്റിൽ നിന്നും നമ്മുടെ പ്രതിനിധി കിരൺ കുമാർ ചേരുന്നു. കിരൺ, എന്താണ് എറണാകുളം മാർക്കറ്റിലെ വിശേഷങ്ങൾ?
അനിൽ നമ്പ്യാർ, എറണാകുളം നഗരത്തിലും എറണാകുളം മാർക്കറ്റിലടക്കം വലിയൊരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഉത്തരാടപ്പാച്ചിലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോഴും വലിയ തിരക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഈ എറണാകുളം മാർക്കറ്റിലാണ് ഉള്ളത്. ഈ എറണാകുളം മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും, ഓണ ആവശ്യത്തിന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും, തുണിത്തരങ്ങളാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും എല്ലാം തന്നെ വാങ്ങിക്കൊണ്ടു പോകാൻ കഴിയും എന്നുള്ളൊരു പ്രത്യേകത കൊണ്ട് തന്നെ വലിയൊരു രീതിയിൽ വലിയൊരു തിരക്ക് തന്നെയാണ് ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ അനുഭവപ്പെടുന്നത് എന്ന് തന്നെ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വലിയൊരു തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ചേച്ചി, എങ്ങനെയാണ് എല്ലാ സാധനങ്ങളും വാങ്ങിക്കഴിഞ്ഞോ? വാങ്ങിച്ചോണ്ടിരിക്കണം. എങ്ങനെ ഈ ഇലയൊക്കെ വരെ വാങ്ങിക്കുന്ന? ഇല ഇപ്പം അങ്ങനെ കിട്ടാനില്ലല്ലോ, അതുകൊണ്ട് വാങ്ങിച്ചോണ്ട് പോകുന്നു. അനിൽ നമ്പ്യാർ, നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ വാഴയില വരെ വിൽക്കാനായിട്ട് എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് എറണാകുളത്ത് കാണാൻ സാധിക്കുന്നത്. നഗരത്തിലാണ്, എറണാകുളം നഗരത്തിനെ സംബന്ധിച്ച് വാഴയിലയൊക്കെ കിട്ടുക എന്നുള്ളതൊരു പ്രയാസമാണ്. എന്നാൽ ഓണത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരു വസ്തു കൂടിയാണ്. അതുകൊണ്ട് ഓണയില, ഈ വാഴയില വരെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നോക്കിയാൽ തന്നെ ഈ ഈ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ ഈ പച്ചക്കറി വിൽപ്പന നടക്കുന്ന സ്ഥലങ്ങളിലും വലിയൊരു തിരക്ക് തന്നെയാണ് ഈ ഉത്രാട ദിനത്തിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സാധനങ്ങൾ വാങ്ങി പോകുന്ന ആളുകളും സാധനങ്ങൾ വാങ്ങാനായിട്ട് എത്തുന്ന ആളുകളും, ഇന്നൊരു പ്രവൃത്തി ദിവസമായതുകൊണ്ട് തന്നെ ഈ വൈകിട്ട് തിരികെ എത്തി സാധനങ്ങൾ വാങ്ങാനൊക്കെ എത്തുന്ന ആളുകളുമുണ്ട്. ഏതായാലും അത്തരം ആളുകളിൽ നിന്നൊക്കെ തന്നെ വിവരങ്ങൾ ഇറക്കാം. ചേച്ചി, എങ്ങനെയാ സാധനങ്ങളൊക്കെ എല്ലാം വാങ്ങിക്കഴിഞ്ഞോ? വലിയ വില വർധനവൊക്കെ ഉണ്ടോ? ഇല്ല, കുഴപ്പമില്ല. അല്ല വേറെ, ഏതായാലും ഈ ഓണത്തിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ആളുകൾ വാങ്ങി മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പോലെ കൊച്ചിയിലും തണുത്ത പ്രതികരണമാണ് സ്ത്രീകളിൽ നിന്ന്, പ്രത്യേകിച്ച് വീട്ടമ്മമാരിൽ നിന്ന്. പക്ഷേ ഈ സാധനങ്ങൾക്ക് വലിയ വില ഇല്ല എന്ന് പറയുന്നുണ്ട് ഒരു ഭാഗത്ത്. പക്ഷേ എന്താണെന്നറിയില്ല, ഈ തണുത്ത പ്രതികരണത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കിരൺ, വളരെയധികം നന്ദി കിരൺ. ഞാൻ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. മിഠായി തെരുവിൽ നിന്ന് ആനന്ദ് ചേരുന്നു. ആനന്ദ്, മിഠായി തെരുവിൽ മധുരമൂറുകയാണോ? ഓണത്തിൻ്റെ മധുരം എങ്ങനെയുണ്ട്? ഉത്രാടപ്പാച്ചിലാണ് നാടും നാട്ടാരും. എന്താണ് കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? അനിൽ നമ്പ്യാർ, നമ്മളിപ്പോൾ നിൽക്കുന്നത് മിഠായി തെരുവിലാണ്. വ്യാപാര സ്ഥിരാകേന്ദ്രം കോഴിക്കോട് ജില്ലയുടെ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ഉത്രാടപ്പാച്ചിൽ എന്ന ആ പദത്തിനെ അന്വർത്ഥമാക്കുന്ന തലത്തിൽ തന്നെയാണ് ഈ മിഠായി തെരുവിലെ തിരക്ക് മുഴുവൻ. ഓരോ മിനിറ്റ് കഴിയുന്തോറും തിരക്ക് വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. ഏതാണ്ട് 8 ദിവസമായി ഇവിടെ ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് പായസമേളയുടെ ഒരു കൗണ്ടറുകൾ, ഇത് ഒരു കൗണ്ടറാണ്, ഇതുപോലത്തെ 3-4 കൗണ്ടറുകളുണ്ട്. അപ്പോൾ ആളുകൾ പായസം കുടിക്കാൻ വന്നിട്ടുണ്ട്. നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം, ചേട്ടാ പായസം എങ്ങനെയുണ്ട്? നല്ല പായസം. എന്താ ഈ ഓണത്തിന്റെ തിരക്കുകളൊക്കെ? ഇവിടെ അങ്ങനെ പോകുന്നുണ്ട്. ചേച്ചി, സദ്യയൊക്കെ ഒരു പർച്ചേസ് മുഴുവൻ കഴിഞ്ഞു. എന്തായാലും ഓരോരുത്തരായി ഇവിടെ പായസം വാങ്ങാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ നടത്തിപ്പുകാരോട് തന്നെ നമുക്ക് നേരിട്ട് നോക്കാം. എന്തായി ചേട്ടാ ഓണം? ഓണം അടിപൊളി തന്നെ, നല്ല തിരക്ക് തന്നെ. തിരക്കാണ് രാവിലെ തൊട്ട് 10 മണി മുതൽ ഇത്രയും നല്ല തിരക്കാണ്. ഒരുവിധം പായസമൊക്കെ കഴിഞ്ഞ് ഇനി ഒരു 1-2 ഐറ്റമേ ഉള്ളൂ. ബാക്കിയെല്ലാം ചേട്ടൻ്റെ വീട്ടിലെ ഓണം എന്തായി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു? എങ്ങനെ വീട്ടിലെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു ഓണം? വീട്ടിൽ ഒരുക്കമൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ഡ്യൂട്ടി ആയതുകൊണ്ട് പിന്നെ ഇവിടെയാണുള്ളത്. സുഖമായി ഓണം ഇങ്ങനെ പോകുന്നത്, കുഴപ്പമില്ല. തീർച്ചയായിട്ടും ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മലബാറിൽ എന്തായാലും ഓണം തകർത്തുകൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാവരും, പ്രത്യേകിച്ച് ഈ മിഠായി തെരുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചോളം തന്നെ വ്യാപാര സ്ഥിരാകേന്ദ്രം തന്നെയാണ്. ആ തരത്തിൽ എല്ലാ സാധനങ്ങളും, തുണി തൊട്ട് ചെരുപ്പ് തൊട്ട് പച്ചക്കറി ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് ഈ മിഠായി തെരുവിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കഴിയും. നമ്മൾ ഈ ദൃശ്യം നിന്ന് കാണുമ്പോൾ തന്നെ ഈ പൂടിയിട്ടാൽ താഴേക്ക് വീഴാത്ത തിരക്കാണ്. നമ്മളിപ്പോൾ തുടക്കത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ അകത്തേക്ക് കടക്കും തോറും ആ തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു കാഴ്ച തന്നെയാണല്ലോ. എന്താ ചേട്ടാ ഓണാഘോഷങ്ങളൊക്കെ ഏതുവരെത്തി? പർച്ചേസ് ചെയ്തു എല്ലാ സാധനങ്ങളും? പച്ചക്കറിയൊക്കെ വാങ്ങി? പച്ചക്കറി വില കുറവാണ്. സാധാരണ കഴിഞ്ഞ പ്രാവശ്യം നല്ല വിലയാണ്. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഇപ്പം നല്ല വില കുറവാണ്. പൂക്കളൊക്കെ വാങ്ങിയോ? പൂക്കൾ നല്ല വിലയാണ്. എന്നാലും നമ്മൾ ഓണം ഉഷാറാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതായത് ഈ പൂക്കൾക്ക് പൊതുവെ വില വർദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ തമിഴ്നാട്ടിലെയും കർണാടകയിലും മഴ കുറവായതുകൊണ്ട് തന്നെയാണ്. അത് ഒരു കാര്യമായി ബാധിച്ചിട്ടുണ്ടെങ്കിലും പച്ചക്കറിക്ക് പൊതുവെ വിലക്കയറ്റമില്ല എന്നാണ് പറയുന്നത്. എന്തായാലും
ഈ തുണിത്തരങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെ എല്ലാവരും ഓണം ആഘോഷിക്കുകയാണ്. ഉത്രാടപ്പാച്ചിൽ അതിൻ്റെ മൂർധന്യത്തിലെത്തിയിരിക്കുന്നു. ഇന്ന് ഉത്രാട നിലാവാണ്. നാളെ എന്തായാലും മലയാളികൾ കാത്തിരുന്ന ഓണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ നാട്ടുകാരും എല്ലാം ഒന്നായിത്തീരുന്ന മഹാബലി നാട്ടുകാരെ കാണാൻ വരുന്ന ഒരു ഐതിഹ്യം തന്നെയാണുള്ളത്. എന്തായാലും മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഓണം എത്തും. അനിൽ നമ്പ്യാർ. ഓക്കെ, ഏതായാലും കോഴിക്കോട്ട് നിന്നെങ്കിലും ചിരിക്കുന്ന ഒരു വീട്ടമ്മയെ കാണാൻ സാധിച്ചു. സന്തോഷമുണ്ട്. ഉത്രാടപ്പാച്ചിലാണ് മലയാളികൾ. തിരുവോണമുണ്ണാൻ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് ജനങ്ങൾ. തലസ്ഥാനത്തടക്കം കടകമ്പോളങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇക്കുറി കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, വലിയ വിലയില്ല, പൂക്കൾക്കടക്കം വലിയ വിലയില്ല എന്നാണ് ഉപഭോക്താക്കൾ അഭിപ്രായപ്പെടുന്നത്.